നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ D100 ഒരു മാസം അറസ്റ്റ് ചെയ്തത് 7307 പേരെ. ലഹരി വസ്തുക്കളുടെയും MDMA പോലുള്ള രാസലഹരി മരുന്നുകളുടെയും വിപണനവും ഉപയോഗവും തടയുന്നതിനും അതിലൂടെ ഉണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അറുതി വരുത്തുന്നതിനും സംസ്ഥാന പോലീസ് നേതൃത്വത്തിൽ ആരംഭിച്ച D100 സ്പെഷ്യൽ ഡ്രൈവ് ഒരു മാസം പിന്നിടുകയാണ്. വാർത്തകൾ വിശദമായി. മയക്കുമരുന്നിനെതിരെ എക്സൈസ് സേന നടപ്പാക്കിയ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റിലൂടെ സംസ്ഥാനത്തെ മയക്കുമരുന്ന് കേസുകൾ രണ്ടാഴ്ചക്കിടെ പിടിയിലായത് 873 പേർ. മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ പഴുതടച്ച പ്രതിരോധം സാധ്യമാക്കിയ എക്സൈസ് സേനയെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി വകുപ്പ് മന്ത്രി MP രാജേഷ് അഭിനന്ദിച്ചു. സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം വരുന്ന ആഴ്ച കൂടുതൽ ശക്തമാക്കാനും അതിർത്തിയിൽ കർശന ജാഗ്രത തുടരാനും മന്ത്രി നിർദ്ദേശം നൽകി. ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും ഫെഡറലിസത്തിനും വേണ്ടി പോരേണ്ടത് ഇരട്ടത്താപ്പില്ലാതാകണമെന്ന് KPC പ്രസിഡന്റ് K. സുധാകരൻ MP. ഇതിൽ പ്രഭാത ഭക്ഷണവും അത്താഴവിരുന്നും നടത്തിയുള്ള നയതന്ത്രജ്ഞയ്ക്ക് സ്ഥാനമുണ്ടാകരുത്. ജനസംഖ്യാടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡല പുനർനിർണയം നടത്തുന്നതിനായ പ്രതിഷേധത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിളിച്ചു ചേർത്ത മുഖ്യമന്ത്രിമാരുടെയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം നാളെ നടക്കുമെന്ന് PK കൃഷ്ണദാസ്. ഒറ്റ പത്രിക മാത്രമാണ് സമർപ്പിക്കുന്നതെന്നും ഐക്യകണ്ഠേന തീരുമാനമെടുക്കുമെന്നും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJPയുടെ വിജയം ഉറപ്പാക്കാൻ സാധിക്കുന്ന ആളായിരിക്കും സംസ്ഥാന അധ്യക്ഷനായി വരികയെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറിൽ അക്ഷരത്തെറ്റ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. ആശാ വർക്കർമാർക്കെതിരെ അധിക്ഷേപ പരാമർശമായി മന്ത്രി R. ബിന്ദു കേന്ദ്രമന്ത്രി സമർപ്പന്തൽ സന്ദർശിച്ചപ്പോൾ മണിമുറ്റ താവണി പന്തൽ എന്നാണെന്നല്ലോ അവർ പാടിയെന്ന് മന്ത്രി R. പരിഹസിച്ചു. കേന്ദ്രമന്ത്രിയോട് അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റിയില്ലേ? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ ഭാഗമായി അവർക്ക് കേന്ദ്ര സർക്കാരിനോട് പറയാൻ ഒന്നുമില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ലോക ജല ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന പരിസ്ഥിതി സംഗമം മാർച്ച് 24 മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. കോതമംഗലം രൂപത മുൻ അധ്യക്ഷൻ ജോർജ് പുന്നക്കാട്ടിനെതിരായ വനംവകുപ്പിന്റെ കേസ് ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് കോതമംഗലം രൂപത. മുഴുപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജ് വധക്കേസിൽ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവർ നിരപരാധികളെന്ന് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MP ജയരാജൻ. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം 9ാം ക്ലാസ്സിലെ പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രകാശനം ചെയ്ത് വിതരണം ചെയ്യുമെന്ന് കേരള പൊതുവിദ്യാഭ്യാസ ചരിത്രത്തിൽ ആദ്യമിതാണെന്നും മന്ത്രി V. ശിവൻകുട്ടി. മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് UGCയുടെ വലിയ അംഗീകാരം. UGCയുടെ നമ്പർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി അറിയിപ്പ് വന്നെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു. കാറ്റഗറി 1 ഗ്രേഡ് ഒട്ടോണമി ലഭിച്ചതോടെ രാജ്യത്തെ എണ്ണപ്പെട്ട മികച്ച സർവകലാശാലകളിലൊന്നായി MG സർവകലാശാല മാറുകയാണെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. മുതിർന്ന BJP നേതാവും ദേശീയ നിർവാഹക സമിതി അംഗവുമായിരുന്ന അഹല്യ ശങ്കർ അന്തരിച്ചു. കോഴിക്കോട്ട് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അന്ത്യം. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിയിൽ വീണ്ടും ശിശുമരണം. 5.5 മാസം പ്രായമുള്ള കുട്ടിയാണ് ഇന്നലെ രാവിലെ മരിച്ചത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത് ശ്വാസം മുട്ടലിനെ തുടർന്നെന്ന് SIT ആശുപത്രി അധികൃതർ അറിയിച്ചു. അതേസമയം മരിച്ച കുഞ്ഞിന് ന്യൂമോണിയ ബാധിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ. കുഞ്ഞിന് അണുബാധയുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 1 മാസത്തിന്റെ ശിശുക്ഷേമ സമിതിയിൽ മരിക്കുന്ന 2ാമത്തെ കുഞ്ഞാണിത്. കാഥികനും നാടക പ്രവർത്തകനും നടനുമായ ഐലം ഉണ്ണികൃഷ്ണൻ അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് മരണം. താമരശ്ശേരി സ്വദേശിനി ഷിബിലെ ലഹരിക്കടിമയ ഭർത്താവ് യാസർ വെട്ടിക്കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SIക്കെതിരെ നടപടി. ഗ്രേഡ് SI നൌഷാദിനെ അന്വേഷണ വിധമായി സസ്പെൻഡ് ചെയ്തു. റൂറൽ SP താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് നടപടി സ്വീകരിച്ചത്. പരാതിയുടെ ഗൗരവം മനസ്സിലാക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും വീഴ്ച വരുത്തിയെന്ന വിലയിരുത്തലിലാണ് നടപടി. താമരശ്ശേരിയിൽ MDMA വിഴുങ്ങിയെന്ന സംശയത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫൈസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിടികൂടുന്ന സമയത്ത് ഫൈസിന്റെ കയ്യിൽ നിന്നും 1 ഗ്രാം MDMA കണ്ടെത്തിയിരുന്നു. ഈ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം MDMA വിഴുങ്ങിയിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ ആയിട്ടില്ല. കൊല്ലത്ത് അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം മകൻ ജീവനൊടുക്കി. കൊല്ലം ആയൂരിലാണ് സംഭവം. ആയൂർ ഇളമേട് സ്വദേശി രഞ്ജിത്താണ് മരിച്ചത്. രഞ്ജിത്തിന്റെ അമ്മ സുജാതയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം കടുത്ത സാമ്പത്തിക ബാധ്യത തുടർന്ന് ഇരുവരും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. തൊടുപുഴയിൽ കൊല്ലപ്പെട്ട ബിജു ജോസഫ് പ്രതികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടുകൾ. ഷൂലേസ് കൊണ്ട് കൈകളിൽ ബന്ധിച്ചിരുന്നു. മുഖത്തും തലയ്ക്കും പരിക്കേറ്റ പാടുകൊണ്ട് മർദ്ദനെ തുടർന്ന് ബിജു രക്തം ഛർദ്ദിച്ചു എന്നാണ് വിവരം. ബിജു ജോസഫ് കൊലക്കേസിൽ മുഖ്യപ്രതിയും ബിജുവിന്റെ മുൻ ബിസിനസ് പങ്കാളിയുമായ ജോമന്റെ അറസ്റ്റ് ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. 4 പ്രതികളാണ് കേസിൽ ഉള്ളത്.
തൃശ്ശൂരിൽ ഇന്നലെ പെയ്തത് പദമഴ. അമ്മാടം, കോടന്നൂർ മേഖലയിലാണ് പദമഴ പെയ്തത്. മഴ ശമിച്ചോടെ റോഡുകളിലും ഓടകളിലും സോപ്പ് പത പോലെയുള്ള പ്രതിഭാസം കണ്ടത്. വേഗത്തിൽ പത അപ്രത്യക്ഷമാകുകയും ചെയ്തു. അതേസമയം പദമഴയിൽ ആശങ്ക വേണ്ടെന്നും വേനൽ മഴ ചെയ്യുന്ന സമയത്ത് ചിലയിടങ്ങളുണ്ടാകുന്ന പ്രതിഭാസമാണ് പദമഴയെന്നും കാലാവസ്ഥാ വിദഗ്ധർ ചൂണ്ടിക്കാട്ടി. 2020 ജ്ഞാനപീഠ പുരസ്കാരം ചാണ്ടിഗഡ് എന്നുള്ള പ്രമുഖ ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്ക് കവിത, കഥ, നോവൽ തുടങ്ങിയ വിവിധ സാഹിത്യമേഖലകൾക്ക് നൽകിയ സംഭാവന പരിഗണിച്ചാണ് പ്രതിഭ റേയുടെ അധ്യക്ഷതയുള്ള സമിതി വിനോദ് കുമാർ ശുക്ലയ്ക്ക് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചത്. ജ്ഞാനപീഠം കിട്ടുന്ന ചാണ്ടിഗഡ് എന്നുള്ള ആദ്യ എഴുത്തുകാരനാണ് 88-കാരനായ വിനോദ് കുമാർ ശുക്ല. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് മരിച്ച സംഭവം ആത്മഹത്യ തന്നെയാണെന്ന് CBI അന്വേഷണം പൂർത്തിയാക്കി. CBI അന്തിമ റിപ്പോർട്ട് മുംബൈ കോടതിയിൽ സമർപ്പിച്ചു. സ്ത്രീയുടെ മുടിയെക്കുറിച്ചുള്ള പരാമർശം ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് ബോംബെ ഹൈക്കോടതി. പൂനെയിലെ സ്വകാര്യ ബാങ്ക് ഉദ്യോഗസ്ഥയ്ക്ക് അനുകൂലമായ കീഴ്ക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് സഹപ്രവർത്തകർ നൽകിയ അപ്പീലിലാണ് ബോംബെ ഹൈക്കോടതിയുടെ ഈ വിധി. മുടി കൈകാര്യം ചെയ്യാൻ JCB ഉപയോഗിക്കേണ്ടി വരും എന്ന ഉദ്യോഗസ്ഥന്റെ കമന്റാണ് പരാതിക്ക് ഇടയാക്കിയത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് പണം കണ്ടെത്തുന്ന അന്വേഷണ റിപ്പോർട്ട്. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് വൻതുക കണ്ടെത്തിയ സംഭവത്തിൽ ചീഫ് ജസ്റ്റിസ് നൽകിയ റിപ്പോർട്ടാണ് സുപ്രീം കോടതി പുറത്തുവിട്ടത്. കത്തിനിലയിൽ കറൻസി നോട്ടുകൾ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. പണം എത്രയെന്ന് കണ്ടെത്തിയിട്ടില്ല. പാതി നോട്ടുകൾ കെട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് ബാംഗ്ലൂരിലേക്ക് പോകേണ്ടിരുന്ന 10 വിമാനങ്ങൾ ചെന്നൈയിലേക്ക് തിരിച്ചുവിട്ടെന്ന് ഇൻഡിഗോ. പ്രതികൂല കാലാവസ്ഥ കാരണം ബംഗളൂരു വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതായി എയർ ഇന്ത്യയും അറിയിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില തൃപ്തികരമായെന്നും ഞായറാഴ്ച ആശുപത്രി വിടാമെന്നും സ്ഥിരീകരിച്ച് ഡോക്ടർമാർ. ആശുപത്രിയിൽ നിന്ന് വത്തിക്കാനെത്തുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഞായറാഴ്ച വിശ്വാസികളെ ആശീർവദിക്കുമെന്നും ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 റോമിലെ ജമല്ലി ആശുപത്രി ജാലകത്തിന് മുന്നിലെത്തുമെന്നും വത്തിക്കാൻ അറിയിച്ചു. ലെബനനിന്റെ തെക്കൻ മേഖലയിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമ ഷെൽ ആക്രമണം. ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെട്ടു. IPL ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 7 വിക്കറ്റ് ജയം. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 56 റൺസ് എടുത്ത അജിൻക്യ രഹാനയുടെയും 46 റൺസ് എടുത്ത സുനിൽ നായരുടെയും ഇന്നിംഗ്സുകളുടെ മികവിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 174 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 16.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 36 പന്തിൽ പുറത്താവാതെ 59 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും 30 പന്തിൽ 56 റൺസ് എടുത്ത ഫിലിപ്പ് സാൾട്ടിൻ്റെയും ഇന്നിംഗ്സിലാണ് RCBയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.